പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി NVDയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് അതിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. നിയമസഭയിൽ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെയോ UDFന്റെയോ MLA ഇരിക്കുന്ന സ്ഥലത്തിരിക്കുവാൻ കഴിയില്ല. സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ അനുവദിക്കുക. ഇനി അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കുമോ എന്ന രീതിയിൽ ചർച്ചയും വരികയാണ്. കാരണം അടുത്ത മാസം മുതൽ നിയമസഭാ സമ്മേളനം ചേരുകയാണ്. അപ്പോൾ നിയമസഭയിൽ അദ്ദേഹം പങ്കെടുക്കുമോ ഇത്ര അവഹേളനം സഹിച്ച് എന്ന വലിയ ചർച്ചയും വരികയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ചോദ്യം ഉയരുന്നുണ്ട്, എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത്? കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് കേസില്ല, അദ്ദേഹത്തിനെതിരെ കോടതി പരാമർശമില്ല, എന്നിട്ടും എന്താണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്ന ചോദ്യം ഉയരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ആ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ വന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. ആ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിട്ടില്ല, അത് കേസായിട്ടില്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസ് ആണോ എന്ന് തെളിവുമില്ല, ആ പെൺകുട്ടി ആരാണെന്ന് ആർക്കും അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അത് നിഷേധിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിക്കാനുള്ള ഒരു വലിയ വടിയായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. തന്റെ ശബ്ദമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ആരോപണം ഉന്നയിക്കുന്ന 3 പേർ, ഒന്ന് ഹണി ഭാസ്കർ എന്ന് പറയുന്ന പ്രവാസി എഴുത്തുകാരിയാണ്. അവർ CPM പശ്ചാത്തലമുള്ള, CPMന്റെ പ്രവാസി സംഘടനകളുമായിട്ട് ബന്ധമുള്ള, മിക്കപ്പോഴും അവരുടെ പ്രൊഫൈലുകൾ നോക്കിയാൽ CPMന്റെ വലിയ നേതാക്കന്മാരുമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുള്ളത് കാണാം. ഒപ്പം നിലമ്പൂർ ബൈ ഇലക്ഷനിൽ CPMന് വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു പ്രവാസി എഴുത്തുകാരിയാണ്. അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും താനുമായി ചാറ്റ് ചെയ്തു. താൻ ശ്രീലങ്കയിൽ പോയിരുന്ന സമയത്ത് ശ്രീലങ്കയിൽ പോകുന്ന ആ കാര്യങ്ങളും അതിന്റെ യാത്രാ വിവരണങ്ങളും അത് എങ്ങനെയൊക്കെ പോകാം എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രീലങ്കയിൽ പോയ വിവരങ്ങളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് അറിയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഇൻബോക്സിൽ വന്നു ചാറ്റ് ചെയ്തു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചാറ്റ് തുടർന്നു കൊണ്ടുപോകാനുള്ള ടെൻഡൻസിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് ഇട്ടു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം. കാരണം അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മെസ്സേജ് ഇട്ടു, ഞാൻ ഉറങ്ങിപ്പോയി, ഹണി ഭാസ്കർ ഉറങ്ങിപ്പോയി, പിറ്റേന്ന് നോക്കിയപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു. അത് ചാറ്റ് തുടരാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ടെൻഡൻസി, അഥവാ തന്നെ വളയ്ക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ശ്രമമായിട്ടാണ് ഹണി ഭാസ്കർ കാണുന്നത്, തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് ഹണി ഭാസ്കർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് താൻ ഷാഫി പറമ്പിലിന് പരാതി കൊടുത്തിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വളയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ DGP അല്ല, ഷാഫി പറമ്പിൽ കേരളത്തിന്റെ DGP അല്ല, കേരളത്തിന്റെ പോലീസ് മന്ത്രിയല്ല, അദ്ദേഹം വടകര MP മാത്രമാണ്. അദ്ദേഹത്തിന് എന്തിനാണ് പരാതി കൊടുത്തത് എന്ന് വ്യക്തമാകുന്നില്ല. പ്രത്യേകിച്ചും ഹണി ഭാസ്കർ ശക്തമായ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിത്വമാണ്. അവർക്ക് വേണമെങ്കിൽ പരാതി എവിടെ വേണമെങ്കിലും കൊടുക്കാം, ആഭ്യന്തര മന്ത്രി പിണറായി വിജയന് കൊടുക്കാം. എന്നിട്ടും എന്തിനാണ് ഷാഫി പറമ്പിലിന് പരാതി കൊടുത്തതെന്ന് വ്യക്തമാകുന്നില്ല. അപ്പോൾ നമ്മളിത് കൂട്ടി ആലോചിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ വ്യക്തമായി ലക്ഷ്യമാക്കുന്നുണ്ട് ചിലരെന്ന്. മറ്റൊരു പരാതി വരുന്നത് റിനി ജോർജിൽ നിന്നാണ്. റിനി ജോർജ് ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളാണ്. അവരുടെ പിതാവ് പറവൂർ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, ദേശാഭിമാനിയുടെ സബ് എഡിറ്ററാണ്. അവരും ഈ പരാതി ഉന്നയിക്കുന്നു. അവർ പറയുന്നത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ എന്നെ അറ്റൻഡ് ചെയ്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് എനിക്കിപ്പോഴും സൗഹൃദ ബന്ധമുണ്ട്, താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നവീകരിക്കാൻ ശ്രമിക്കുമെന്നാണ്. എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു സാധാരണ സ്ത്രീ തന്നോട് മോശമായി പെരുമാറിയ, സ്പർശനം കൊണ്ടോ വാക്കുകൊണ്ടോ മോശമായി പെരുമാറുന്ന ഒരാളോട് പിന്നെയും സൗഹൃദം വെച്ച് പുലർത്തുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ അങ്ങനെയുള്ള ഒരാളുടെ സമീപം പോകാനോ അയാളുമായിട്ട് സംസാരിക്കാനോ ഒന്നും പിന്നീട് ശ്രമിക്കാറില്ല. പക്ഷെ റിനി ജോർജ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും തന്റെ സുഹൃത്താണ്, താനുമായിട്ട് ഇനിയും സൗഹൃദം തുടരും, മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ നവീകരിക്കാൻ ശ്രമിക്കുമെന്നാണ്. മറ്റൊരാൾ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആണ്. അവരുടെ BJP ബന്ധവും അവരുടെ പ്രൊഫൈലുകളിലൊക്കെ നോക്കിയാൽ വ്യക്തമാണ്. മാത്രമല്ല BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നാൽ അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു നേതാവിന്റെ പ്രലോഭനം കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നതെന്ന് അവരുടെ സുഹൃത്തുക്കൾ തന്നെ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ വന്ന് തുറന്നു പറയുകയാണ്. മാത്രമല്ല അവന്തിക പറയുന്നതിലും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നു അത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പൊളിച്ചടുക്കിയതുമാണ്. അപ്പോൾ ഇത്തരം ആരോപണങ്ങളാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും ഒരു കോടതിയിലും ഇല്ല, ഒരു കോടതി പരാമർശവും ഇല്ല. എന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം അത് വിരോധാഭാസം തന്നെ എന്ന് പറയാനേ തരമുള്ളൂ. കാരണം
പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ ചിലർക്കൊക്കെ തെളിയിക്കേണ്ടതുണ്ട്. CPM-ലെ ഒരുപാട് നേതാക്കന്മാർക്ക് എതിരെ ഇത്തരം ആരോപണങ്ങളുണ്ടായി. മുകേഷിനെതിരെ ഉണ്ടായി, കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉണ്ടായി. എന്നിട്ട് അവരൊന്നും ഒരു നടപടി എടുത്തില്ല. അതുകൊണ്ട് കോൺഗ്രസ് നടപടി എടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. കാരണം ഇനി അങ്ങനെ നടപടി എടുക്കാത്തതിന്റെ പേരിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റുപോയാലോ, തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റാതെ വന്നാലോ എന്നൊക്കെയുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സസ്പെൻഷൻ. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തിന് സംസാരിക്കാനും അദ്ദേഹത്തിന് തന്റെ വാദം കേൾക്കുവാനുമുള്ള അവകാശം കോൺഗ്രസ് നൽകേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ, വിശദീകരണമൊക്കെ. കാരണം ആർക്കെതിരെയും നാളെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാം. കോൺഗ്രസിലെ ഏത് നേതാവിനെതിരെയും ഏതു പാർട്ടിയിലെ ഏത് നേതാവിനെതിരെയും ഒക്കെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കേണ്ടത് കോടതിയാണ്. കോടതി തെറ്റുകാരാണെന്ന് വിധിക്കുന്നത് വരെ ഏതൊരു പൗരനും നിരപരാധിയാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ നിയമവും നമ്മുടെ വാദഗതികളും ഒക്കെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അത്തരം ഒരു പ്രിവിലേജ് കൊടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശദീകരണം, വിശകലനം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് കൈ കഴുകാനാണ് ശ്രമിച്ചത്. നാളെ കോൺഗ്രസിലെ ഏത് നേതാക്കന്മാർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുകയും അവരെയൊക്കെ പുറത്താക്കാനും ഒക്കെ നിന്നാൽ പാർട്ടിയുടെ ഗതി എന്താകുമെന്ന് നമുക്ക് താൽക്കാലികമായി ഒന്ന് ആലോചിച്ച് നോക്കാം. കാരണം അത്രത്തോളം പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് വസ്തുതയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടുവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.